അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതങ്ങളെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിൽ ആലയത്തിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സാമുവൽ ആന്റണി, ബഥേൽ ഇന്ത്യ ലൈഫ് ചർച്ചിന്റെ സീനിയർ എൽഡറായിരിക്കുന്ന ബാലദാസൻ ജെയിംസ്, കുടുംബം, കടന്നു വന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം നിങ്ങളോടുകൂടി ആയിരിക്കാൻ കർത്തർ അവസരം പ്രധാനമായി തന്നതോട് സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഈ 12 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ടെന്ന് കൊച്ചുമോള് ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിൽ കൂടി കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം പ്രേരിപ്പിച്ചു. കൊച്ചുമോളെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ നെയ്ബറാണ്. വർഷങ്ങളായിട്ട് അവൾ കല്യാണം കഴിച്ചവിടെ വന്ന കാലം മുതൽ സൗമ്യമായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും ഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കൃപയുള്ള ഉദാസിയാണ്. അതിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊരു പ്രത്യേകത എന്നുള്ളത് പ്രവീൺ കുടുംബം കൂടെ ആരാധിപ്പാൻ ഇന്ന് ഭാഗ്യം ലഭിച്ചു. പ്രവീണിനെ പറ്റി പറയുമ്പോൾ പ്രവീണിൻ്റെ വല്യമ്മച്ചിയുമായിട്ടുള്ള ബന്ധം എനിക്ക്, പ്രവീണിൻ്റെ വല്യമ്മച്ചി ആണ് എൻ്റെ ആത്മീയ ഗുരുവും എന്നെ കരം പിടിച്ച് ഉയർത്തിയൊക്കെ ചെയ്യുന്ന ഒരു വല്യമ്മച്ചി. അതിൻ്റെ 12 വയസ്സുള്ളപ്പോൾ മുതൽ ഈ വല്യമ്മച്ചിയുടെ കൂടെ അടൂരുള്ള ഒരേ അമ്മച്ചിമാരുടെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. എനിക്ക് അവധി കിട്ടുന്ന സമയത്തൊക്കെ അമ്മ സ്കൂളിൽ ഇടപെടുള്ള സമയത്തൊക്കെ ഞാൻ ഇവരുടെ കൂട്ടായ്മകൾക്ക് പോകുമായിരുന്നു. ആദ്യമായിട്ട് പ്രവചനം കേൾക്കുന്നതും അന്യഭാഷ കേൾക്കുന്നതും അമ്മച്ചിയിൽ നിന്നാണ്. അങ്ങനെ അമ്മച്ചിയുമായിട്ടുള്ള നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മച്ചിയുടെ കൊച്ചുമോനാണ് പ്രവീൺ. ഈ പ്രവീൺ ഒരു പ്രത്യേകതകളുണ്ട്. എനിക്ക് 17 CA പോകുമ്പോൾ എത്ര വയസ്സായി? 17 വയസ്സ്. 17 വയസ്സാകുമ്പോൾ CA പോകുമ്പോൾ ഞാൻ ആ വീട്ടിൽ കടന്നു നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞാനൊരു ദൂത് പറഞ്ഞിരുന്നു, നീ CA പോകും, പഠിക്കും, പക്ഷെ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ് നീ. അന്ന് ഞാനത് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പോയി. ഇന്ന് പോൽക്കാലം ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വരുത്തി വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ഇന്ന് മാമച്ചാനായ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ അനുഗ്രഹീതമായ ഒരു സംഗീതം നമ്മൾ കേട്ടല്ലോ, അതാണ് സത്യം. നമ്മളിവിടെ ആയിരിക്കുന്നത് എന്താണ് കാരണം? നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി ഒറ്റ ഉടുത്ത് ഒഴിച്ചു കളഞ്ഞിട്ട് ഉള്ളിൽ സന്തോഷം തോന്നും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആദ്യം ഞാൻ ചെയ്യുന്നത് സ്തോത്രം പറയുക. ഞാൻ ഈ ഇവിടെ കേരളം വിട്ടിട്ട് 45 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും 2 പ്രാവശ്യം മിനിമം എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ അയൽവക്കത്തുള്ള ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും രാവിലെയും പ്രാർത്ഥിച്ചു. കാര്യം ആരും ദോഷം വരുത്തിയില്ലല്ലോ, ദേശത്തെ സൂക്ഷിച്ചല്ലോ. എല്ലാവരുടെയും ഭവനങ്ങൾ വിലാപം വരണ്ടുന്ന സ്ഥലത്തു നിന്ന് വിലാപത്തെ നീക്കിക്കളഞ്ഞില്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ജെയിംസ് ബ്രദർ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് വന്നപ്പോ ഒരാപത്ത് വന്നപ്പോ അത് നമ്മുടെ വീട്ടിലും വരാമായിരുന്നു, എൻ്റെ ഭവനത്തിൽ വരാമായിരുന്നു. ഞാൻ നിങ്ങളോട് വരുമ്പോൾ കൊച്ചുമോനോട് ഞാൻ പറയായിരുന്നു, കോളിനോട് പറയായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ 37 years old ഒരു ചെറുപ്പക്കാരൻ്റെ ആദരാഞ്ജലി കണ്ടു, ഞാൻ കണ്ടു. ഇതൊക്കെ നമുക്ക് വരാമായിരുന്നു, പക്ഷെ നമ്മെ ദൈവം കാത്തു സൂക്ഷിച്ചു. മാരകമായ രോഗങ്ങളൊന്നും വരാതെ നമ്മളെല്ലാവരെയും സൂക്ഷിച്ചു പരിപാലിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്.
എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, ഞാൻ അവനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. താങ്ക് യു ജെയിംസ് ബ്രദർ, നല്ല അനുഗ്രഹീതമായ സങ്കീർത്തനമുണ്ടായി. നമ്മളിതെല്ലാം കേൾക്കുന്നത് ജീവിതത്തിൽ ചിന്തിക്കുവാൻ, നമ്മളെ വിലയിരുത്തണമെന്നല്ല. ഞാനിതിങ്ങനെയുള്ള ആളാകട്ടോ. ഞാൻ എന്ത് ചെറിയൊരു കാര്യം കണ്ടാലും കേട്ടാലും അതെൻ്റെ ജീവിതവുമായിട്ട് ഞാൻ തട്ടിച്ചു നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ വില അറിയാം, അതിൻ്റെ മഹത്വം അറിയാം. നമ്മെ നിർത്തിയിരിക്കുന്നു ദൈവം, നമ്മൾ നിന്നതല്ല. നമ്മൾ ഓരോ ദിവസവും പാടുമ്പോൾ പാട്ടുകളൊക്കെ പാടുന്നത് നിന്നതല്ല, ഞാൻ ദൈവം നമ്മെ അത് ചിന്തിച്ചിട്ടാണോ പാടുന്നത്? നമ്മുടെ കാലുകളെ ദൈവം ഉറപ്പിച്ചു, നമ്മെ രാവിലെ എഴുന്നേൽപ്പിച്ചു, സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ചു, നിർഭയമായി കിടന്ന് ഉറങ്ങാനിടയായി. ഇതെല്ലാം ദൈവത്തിന്റെ കരുണയാണല്ലേ. ഇന്ന് വേൽക്കാലം ഓർമ്മ ദൈവത്തെ സ്തുതിപ്പാൻ ധാരാളം മതിയുണ്ട്. നമുക്ക് വേഗത്തിലുള്ള ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 125 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Psalms 125. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്ക് നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ പോകുമാറാകട്ടെ. ഇസ്രായേൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ഈ ഭാഗം ഇന്ന് 3-ാമത്തെ സങ്കീർത്തനമാണ്. കറക്റ്റ്. ഇപ്പോ 1-ാമത്തെ സങ്കീർത്തനമായിരുന്നു. 1-ാമത്തെ സങ്കീർത്തനം 99. 2-ാമത്തെ സങ്കീർത്തനം 30. ഇപ്പോഴത്തെ സങ്കീർത്തനം പിന്നെ സങ്കീർത്തനങ്ങളുടെ ദിവസമാണ്. ഇവിടെ കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ആലോചന നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് തിരുമേശയോടുള്ള ബന്ധം. ഇവിടെ നമ്മൾ വായിച്ച ഒരുപാട് ഓരോ വാക്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് പ്രസംഗിക്കുന്ന ഭാഗങ്ങളാണ്. അതിനായിട്ട് ഞാൻ മുതിരുന്നില്ല. അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ. ജീവിത യാത്രയിൽ നമുക്ക് ആശ്രയമായിട്ട് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ പാടിയത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിന്റെ കോറസിലെല്ലാം പാടിയതും അത് കഴിഞ്ഞ് നമ്മുടെ കൈത്താങ്ങളോടുകൂടെ നമ്മൾ പാടിയതും എല്ലാ പാട്ടുകളുടെയും ആകത്തുക എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ്. എന്റെ ഇന്നത്തെ സബ്ജക്ട് അതാണ്. സബ്ജക്ട് എന്ന് പറയുന്നത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓൺ ഹിസ് ഓൺ പീപ്പിൾ. അവർ ദൈവത്തിന്റെ മക്കളുടെ മേലുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. അതാണ് ഞാൻ വണ്ടറായി പോയി. ഞാൻ ഇന്ന് ഈ പാട്ടുകളെല്ലാം അതായിരുന്നു. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മക്കളെ കരുതുന്നത്, ദൈവത്തിന്റെ മക്കൾക്ക് കൂടെ പ്രൊട്ടക്ഷൻ നൽകുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന യഹോവയിലുള്ള ആശ്രയം വേണം. ഞാൻ എന്റെ സബ്ജക്ട് അതല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പോൽക്കാലം വേറെയാരിലും ആശ്രയിക്കരുത്. ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇതെന്റെ അനുഭവം. ഞാൻ ഇന്ന് രാവിലെ കൊച്ചുമോളുമായിട്ട് സംസാരിക്കുമ്പോ ഞാനൊരു കാര്യം പറയാനുണ്ട്, ഒരു വാക്ക് പറയാനിടയായി. കൊച്ചുമോളെ നമ്മൾ പ്രസംഗിക്കുമ്പോ which I cannot practice it, don't preach. That's my policy. എന്റെ പോളിസി അതാണ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, അനുഭവിക്കാത്തൊരു കാര്യം ഞാൻ പ്രസംഗിക്കത്തുമില്ല, നിങ്ങളോട് പറയത്തുമില്ല. ശമൽ പാസ്റ്റർ കണ്ടോ, ശമൽ പാസ്റ്ററിനെ പറ്റി പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ടാവും. അതല്ല എന്റെ വിഷയം. ഞാൻ നിങ്ങളോട് കാര്യം പറയുമ്പോൾ അതെന്നെ പറ്റി എന്റെ അനുഭവമായിരിക്കും പറയുന്നത്. അതിനെ കവിച്ചു വെക്കാനും പറ്റില്ലല്ലോ. അപ്പം ദൈവത്തിലുള്ള ആശ്രയം, അങ്ങനെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് പോൽക്കാലം എനിക്ക് ഉറപ്പ് അടിവരായിട്ട് പറയാൻ കഴിയും.
നീ കുലുക്കത്തില്ല. കുലുക്കത്തിലുണ്ട്. പക്ഷെ രണ്ട് തോണിയിൽ കാര്യമുണ്ട്. ലോകത്തെയും ആശ്രയിച്ച് ദൈവത്തെയും ആശ്രയിക്കുക എന്ന് വെച്ചാൽ നടക്കില്ല, ഇമ്പോസിബിൾ, അത് നടക്കില്ല. പക്ഷെ ദൈവത്തിലുള്ള ആശ്രയം വേണം. യിരെമ്യാപ്രവാചകന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ വലിയ പദം ശ്രദ്ധിച്ചോ, യഹോവയിൽ ആശ്രയിക്കുകയും വായിച്ചോ മോളെ പെട്ടെന്ന്, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ള. പിന്നെന്താ, അവൻ ആറ്റലേന്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വില വാടാത്തതുമായ, കണ്ടോ, ജീവിത സാഹചര്യങ്ങൾ കഥാവിനെ നാശമർപ്പിച്ചതുപോലെ പ്രതികൂലതകൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, അങ്ങനെ പലവിധമായ വിഷയത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അതൊന്നും നമ്മെ നിരാശപ്പെടുത്തുന്നില്ല, അതൊന്നും നമ്മെ തളർത്തിക്കളയത്തില്ല, അതൊന്നും നമ്മുടെ മുഖം മാടാൻ അവൻ അനുവദിക്കത്തില്ല. മറിച്ച് തളർത്ത് അത് മുന്നോട്ട് പോകും. കാര്യം എന്താണെന്നറിയാമോ, അവന്റെ വേര് ആശ്ചര്യത്താണ്. അവൻ ആശ്ചര്യത്ത വേര് കിടക്കുന്നത്. ആ വേര് കൊണ്ടാ പോയിരിക്കുന്നത്. ആറിന്റെ അകത്തോടെ വെള്ളത്തിനേക്കാൾ പോകുന്ന വചനമാകുന്ന വെള്ളത്തിലാണ് നിന്റെ ജീവിതത്തിന്റെ വേര് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ തളരുവാൻ, നീ ക്ഷണിച്ചു പോകുവാൻ, തകർന്നു പോകുവാൻ, നിരാശപ്പെടുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ മുൻപ് ഒരിക്കല് ചുവാണ്ടത്ത് ഒരു കായലിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ, ഭയങ്കര കാറ്റ്. അപ്പൊ അതിന്റെ പരിസരത്തുള്ള തെങ്ങുകളൊക്കെ ഭയങ്കര ഉയരമുണ്ട്. അടുത്തറിയാമല്ലോ, കടലിന്റെ കയലും കൂടെ ചേർന്ന ഭാഗമാണ്. ഭയങ്കര വിൻഡ്, ഭയങ്കര കാറ്റുണ്ട്. ഈ തെങ്ങിനെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ, ഞാൻ പേടിച്ചു പോയി. ബോട്ട് അതിന്റെ കൂടെ പോയി ചിലപ്പോ ഈ തെങ്ങ് പിഴി നമ്മുടെ തലയിൽ വീഴും. അത്രമാത്രം ആടി ഒരയാണ്. അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, അതിന്റെ മണ്ടയിലോട്ട് നോക്കി, അതിന്റെ ഉയരത്തിലേക്ക് നോക്കി. മറ്റുള്ളവർക്ക് നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തേങ്ങ ഉള്ളത് ഈ ആടി ഉലയുന്ന തെങ്ങിനുമുള്ള. അപ്പൊ ഞാൻ കമ്പാരിസൺ നടത്തി. ഈ ആടിന്റെ തീരത്ത്, കായലിന്റെ തീരത്ത് നിൽക്കുന്ന തെങ്ങിന് ഈ കംപ്ലീറ്റ് വിൻഡ് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാറ്റ് അടിക്കുവാൻ നിന്നുകൊടുക്കുന്ന ഈ തെങ്ങും ദൂരെ നിൽക്കുന്ന തെങ്ങുമായിട്ട് നോക്കിയപ്പോ അതേപോന്നുമില്ല. പക്ഷെ ഇതിനകത്ത് കായ്ഫലം മുഴുവൻ. കാര്യം ഇതിന്റെ വേരെവിടെയാ? ആറ്റരികത്ത്, അതിന്റെ കായലിന്റെ തീരത്താണ്. അവിടെ ഉറപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് പറഞ്ഞിട്ട് എന്റെ വിഷയത്തിൽ കിടക്കട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നോക്കൂ, നിന്റെ ജീവിത യാത്ര ആരെയും നോക്കരുത് കേട്ടോ. എന്റെ ജീവിതത്തിൽ നിങ്ങളിപ്പോ ഒരു അതിശയം തോന്നും. ആരുമില്ലാത്തൊരു വ്യക്തി ഞാൻ മാത്രമേ, ഒരു മനുഷ്യരില്ല. ഒരു അഭിപ്രായം ചോദിക്കാൻ ആത്മീയ കാര്യത്തിന് എനിക്ക് ഇവരെല്ലാം ഉണ്ട്. 26 വർഷം എനിക്ക് തന്ന അനുഗ്രഹീതരായ ദൈവവാസന്മാരെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച് കറക്റ്റാണ്, 100% കറക്റ്റാണ്. ദർശനം നഷ്ടപ്പെടാത്ത, മങ്ങിപ്പോകാത്ത ദർശനമുള്ള 7 പേരെ എന്റെ കൂടെ എനിക്ക് ദൈവം തന്നു. ഇന്നും ദർശനത്തിൽ തന്നെ അവർ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ദൈവസഭ മുന്നോട്ട് പോകുന്നത്. എനിക്കാരുമില്ല. എന്റെ വിഷയങ്ങൾ പറയാം, എന്റെ സാമ്പത്തിക വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ, എന്റെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ ശരീരമായിട്ട് വൈഫ് മാത്രമല്ല. പാസ്റ്റ് ഉറപ്പിച്ചു പോലെ എത്ര കാലം ഈ വൈഫിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചിലവൊക്കെ പറയും, ചിലവൊന്നും ഉണ്ടെന്നില്ല. 100-1 പോലും പറഞ്ഞിട്ടില്ല എന്റെ വൈഫിനോട്. പക്ഷെ എനിക്ക് പറയാനൊരിടമുണ്ട്, എനിക്ക് പറയാനൊരിടമുണ്ട്. എനിക്ക് നിങ്ങൾക്കറിയാമോ, എനിക്കൊരു മെന്ററില്ല ജീവിതത്തിൽ. അത് ആത്മീയത്തിലുമില്ല, ഭൗതികത്തിലുമില്ല, കുടുംബകാര്യത്തിലുമില്ല. എനിക്കൊരു മെന്ററില്ല. മെന്ററില്ലാത്ത ഒരാളായിട്ട്
ഒരു മെന്ററുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഇപ്പൊ ജിമ്മിനായിരുന്നു പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ആരെടുത്ത് വരും? സമൂഹ പാസ് എടുത്ത് വരും. പക്ഷേ ഇങ്ങനെ വിഷയമുണ്ട് ഇല്ലേ? സമൂഹ പാസ് ആരുണ്ടെന്നറിയാം? പിതാവുണ്ട്. എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ വളരെ അനുഗ്രഹീതമായ ഒരു പിതാവുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ഞാനെന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഞാൻ ആകെ ചെയ്യുന്നത് മുട്ടുമടക്കുക. എന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന്റെ സ്ഥലയിൽ മുട്ടുമടക്കുക. അവനോട് അങ്ങ് പറയുക. ചിലപ്പോ ഞങ്ങൾ ഭയങ്കര വടക്കായിരിക്കും, ഭയങ്കര നിലവിളിയായിരിക്കും, ഭയങ്കര കരച്ചിലാവും. അങ്ങനെ ഒരു ഫൈറ്റിംഗ് നിങ്ങൾ രണ്ടുപേരും. എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആശ്രയിപ്പാൻ വേറെ ഒരു മനുഷ്യനും, ഞാനൊരു ബോസിൽ ആശ്രയിക്കാറില്ല, സമ്പത്തിൽ നോക്കാറേ ഇല്ല, ഭയങ്കര നോക്കാറേ ഇല്ല, സമ്പത്ത് എന്തുകൊണ്ടെന്ന് ഞാൻ നോക്കാറേ ഇല്ല. ഈ വിഷയങ്ങളൊന്നും എന്റെ വിഷയമേ അല്ല. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരിടത്ത് മാത്രമേ ഉള്ളൂ. എന്റെ ഹൃദയത്തിൽ സമാധാനം തരുവാൻ, എനിക്ക് ആശ്വാസം പകരുവാൻ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ ഒരിടത്തും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു പദവും ഞാൻ കടമെടുത്ത് പറയട്ടെ. ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. This morning you must know whom you are trusting, whom you are worshiping. ഇനി ആരിൽ വിശ്വസിക്കുന്ന, ആരെ ആശ്രയിക്കുന്ന എന്നുള്ള ഒരു ദൈവത്തെ കുറിച്ചൊരു ശരിയായ ഒരു പദമാണ്. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന. അടുത്ത വാക്യം എന്താ? പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റി. ഞാൻ അവിടെയാണ് എന്നത് അവിടെ മാത്രം ഒന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. ഈ തിരുമേശമുണ്ടല്ലോ, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. പിന്നെന്താണ്? രണ്ടാമത്തെ പദം. ഒന്ന് പർവ്വതങ്ങൾ, രണ്ട് യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. എന്റെ പോയിന്റ് അവിടെയാ. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇനിയും വരാൻ പോകുന്നത് തന്റെ ജനത്തെ ആര്? ഈ യെരൂശലേമിനെ പറ്റി ഞാൻ ഒന്ന് ചെറിയായിട്ട് ബ്രീഫ് വരാം. ഇവിടെ വേദ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ ഞാൻ ഒരു ചെറിയ ബ്രീഫ് ഞാൻ തരാം. ഈ യെരൂശലേം എന്ന് പറയുന്നത് കനാന്യരുടെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു യെബൂസ്യർ എന്ന് പറയുന്ന ഒരു ദേശമായിരുന്നു, ഒരു ട്രൈബാണ്. കനാൻ ആരാണെന്നറിയാമോ? കനാൻ നോഹയുടെ കൊച്ചുമോനാണ്. ആരൊക്കെയാ നോഹയുടെ മക്കൾ? പിന്നാരാ? പെട്ടെന്ന് പറയുന്നത് ഷേം, ഹാം, യാഫത്ത്. മൂന്ന് മക്കളിൽ ഹാമിന്റെ മകനാണ് കനാൻ. പക്ഷെ അവിടെ ഒരു കുഴപ്പം പറ്റിപ്പോയി, ഒരു ഗുരുത്തക്കേട് സംഭവിച്ചു. അതിനെക്കുറിച്ച് ഡീറ്റെയിലിൽ പോകുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. കനാനെ നോഹ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ നോക്കൂ, ആ കനാന്റെ ട്രൈബാണ് ആര്? യെബൂസ്യർ. അവർ പാർത്തിരുന്ന സ്ഥലമാണ് എവിടെ? യെരൂശലേം. പക്ഷേ ദാവീദിന്റെ കാലഘട്ടം വന്നപ്പോ ദാവീദ് എന്ത് ചെയ്തു? യെബൂസ്യരെ തോൽപ്പിച്ച്, യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ദാവീദിന്റെ പട്ടണമാക്കി അതിനെ തീർത്തു. ഇപ്പോൾ അത് ഏതായി മാറി? ദാവീദിന്റെ പട്ടണം എന്ന് അറിയപ്പെടുന്നു തുടങ്ങി. ദാവീദിന്റെ നഗരമെന്ന് ബൈബിൾ നമുക്ക് രേഖപ്പെടുത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ തന്നെയുമല്ല, ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? ദാവീദ് ചെയ്തത്, ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, ദാവീദ് ചെയ്തത് ഈ അവിടെ ഈ ഫെലിസ്ത്യരുടെ കയ്യിൽ പിടിക്കപ്പെട്ട യഹോവയുടെ പെട്ടകം ദാവീദ് ഈ യെരൂശലേമിനെ പട്ടണമാക്കി, അതിന്റെ നഗരമാക്കി മാറ്റി, അവിടെ ആസ്ഥാനം പണിതു, കൊട്ടാരം പണിതു, അവിടെ താമസമാക്കി. അപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? പിടിക്കപ്പെട്ടു പോയ ആ പെട്ടകം
അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് യെരൂശലേമിലാക്കി. സ്തോത്രം. അപ്പം ആ പിടിക്കപ്പെട്ട അതിനകത്ത് തമാശ പറഞ്ഞു തരാം. അതിനകത്തൊരു തൂക്കം കൊണ്ടാകാം. ഈ പെട്ടകം കൊണ്ടുപോകുന്നു വരേണ്ടതുപോലെ അല്ല വന്നത്. അതുകൊണ്ട് ചില പരാജയം പറ്റി. ആ സന്ദർഭവശാൽ യാദൃശ്യമായിട്ട് എബേദോമിന്റെ വീട്ടിൽ ഒരു 3 മാസക്കാലം ഇരിക്കേണ്ടി വന്നു. നോക്കൂ, പെട്ടകം ഇരുന്നു എന്ന ഒറ്റ കാരണത്താൽ അവനും അവന്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിപ്പനിടയായി. കാലം നീ പെട്ടകവുമായിട്ട് എവിടുന്ന് പോകാവൂ? നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം മാറ്റി എവിടുന്ന് പോകാവൂ? ദൈവം നിന്നെ ആഹ്വാനിച്ചു. അവിടെ നിന്ന് ഈ പെട്ടകം കൊണ്ടുവന്ന് യെരൂശലേമിൽ വെച്ചു. ഇനിയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. നോക്കൂ, അപ്പോ യെരൂശലേമിൽ ആരുണ്ട്? ഉറങ്ങിപ്പോയോ? ഹലോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? യെരൂശലേമിൽ ആരുണ്ടെന്ന്? യഹോവയുടെ സാന്നിധ്യം, യഹോവയുടെ പെട്ടകമുണ്ട്. ഇപ്പോ യഹോവയുടെ പെട്ടകം ഇരിക്കുന്നത് കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന പിരി വാക്യം വായിച്ചേ, 2-ാം വാക്യം. യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. ആ യഹോവയുടെ സാന്നിധ്യം, യഹോവയുടെ പ്രൊട്ടക്ഷൻ തന്റെ ജനത്തിന്മേൽ, യെരൂശലേമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്റെ ജനത്തെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതിന്റെ പകൽക്കാലം ഓർക്കും. ഞാനിവിടെ നമ്മളെ മാമച്ചാലറിയാം, മണ്ണടിയില് ഒരു കിഴക്കേ അമ്പലത്തില് ഒരു കെട്ടിടമുണ്ട്. സ്വർണ്ണപ്പൊടിയാണ് അതിനകത്തിരിക്കുന്നത്. അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടെന്നറിയാം. അന്നൊക്കെ ഇപ്പം കരുതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടില്ല. പോലീസ് കാവലുണ്ട്, 24 മണിക്കൂർ പോലീസ് കാവൽ. എന്താ കാര്യം? സ്വർണ്ണപ്പൊടി അതിനകത്തിരിക്കുന്നുണ്ട് 24 മണിക്കൂർ. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി ഇനി ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആരുടെ മേലുണ്ട്? ദൈവത്തിന്റെ ജനത്തിന്റെ മേലുണ്ട്. ഇനിയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് യെരൂശലേമിനെ കുറിച്ച് വായിച്ചു. യെരൂശലേം പഴയ നിയമ പുസ്തകത്തിലുള്ളതാണ്. യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ സ്വന്തമാണ്. ദാവീദ് ഗൃഹമാണ്, ദാവീദിന്റെ നഗരമാണ്, ദാവീദിന്റെ പട്ടണമാണ്, ദാവീദിന്റെ പാർക്കുന്ന സ്ഥലമാണ്. നമ്മളോട് എന്താ ബന്ധം? നമുക്ക് ഈ പ്രൊട്ടക്ഷൻ എങ്ങനെ കിട്ടാനിടയായി? ഇവിടെയാണ് സൃഷ്ടി നടക്കുന്നത്. നമ്മെ കുറിച്ച് പറയുമ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നിന്ന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നാം പുറപ്പുറപ്പിൽ എറിയപ്പെട്ടവരായിരുന്നു. നമുക്ക് യാതൊരു ഗുണവും പറയുവാനില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉദിച്ചപ്പോ നാം ദൈവ മക്കളായി തീർന്നു. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവരോട് വായിക്കുന്നത് എപ്രകാരമാണ്? എന്താണെന്ന് അറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. നമ്മൾ ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ല നമുക്ക് തന്നത്. ഒരു പാസ്റ്ററുമല്ല, ഒരു പോപ്പുമല്ല, ഒരു പുരോഹിതനുമല്ല നമുക്ക് അതോറിറ്റി തന്നത്. ആ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ ട്വിസ്റ്റ് നടന്നു. എന്താണെന്നറിയാമോ? പുറംപറമ്പിൽ അറിയപ്പെട്ട ഞാൻ ദൈവത്തിന്റെ മകളായി തീരുമാനമായി. വെരി സിമ്പിൾ. ഗോസ്പൽ ഈസ് സിമ്പിൾ. അതിനൊത്തിരി പ്രാസവും ഒത്തിരി പഠനത്തിന്റെ ആവശ്യമില്ല. എന്താ ഈ പുതിയ മതമെ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പൈതലായി തീരുക. ദൈവത്തിന്റെ പൈതലായി കഴിഞ്ഞാൽ അവനുള്ള അവകാശത്തെ കുറിച്ച് അവകാശം പ്രാപിക്കാനിടയാകും. സിമ്പിൾ. കേട്ടില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ
അവൻ അധികാരം കൊടുത്തു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒന്ന് വായിച്ചു. അപ്പോ നമ്മെ ദൈവം മക്കളാക്കി തീർത്താൽ നമ്മൾ എന്തായിരിക്കും? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുന്നമേ തിരഞ്ഞെടുത്തു. തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം ഈ തിരുമേശ നമ്മെ ഓർപ്പിക്കുന്ന ഒരു മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുത്തു. ഇതെങ്ങനെയാണ് സാധ്യമാക്കി തീർത്തത്? അവൻ നമ്മെ ദത്തെടുത്തു. ആ പദം ശ്രദ്ധിക്കണം. നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നവരാണ്. ന്യായമായിട്ടും കുടുംബത്തിൽപ്പെട്ടതല്ല. ആണോ? അല്ല. ന്യായമായിട്ടും ഈ യെരൂശലേം എന്ന് പറയുന്ന ഒരു പദം നമുക്ക് ഉപയോഗിക്കാൻ അവസ്ഥയില്ല. ഉണ്ടോ? ഇല്ല. ന്യായമായിട്ടും പെട്ടത്തിന്റെ കാര്യം ഒന്നും പറയാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നേ. ബിക്കോസ് വി ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മെ ദത്തെടുത്തതാണ്. പുറത്തുനിന്നാണ് ദത്തെടുത്തു. കുടുംബം പറയുന്നവർ, പാരമ്പര്യം പറയുന്നവർ ശ്രദ്ധിക്കണം. മണ്ടത്തറ വിളിച്ചു പറയുന്നത് ഞാൻ എന്നോ കുടുംബക്കാരാണ്, ഞാൻ അതാണ് ഇതാണ്. തോമസ് ചുമ്മാതാ, പക്ക മണ്ടത്തരം, ഏറ്റവും ഫുളിഷത പറയുന്നത്. ഇത് കൃപയാൽ. യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ മരണം വായിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്ത്? ആരും നശിച്ചു പോകാതെ, ഒരു മനുഷ്യൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, കൃപയാൽ നാം അതിനകത്ത് വന്നുപെട്ടു. ജെയിംസ് ഒരു പദം ഉപയോഗിച്ചു, ഭാഗ്യവശാൽ ബോവസിന്റെ വൈരിപ്പെട്ടത്. ഒന്ന് ശ്രദ്ധിക്കുക. അതാരും പറഞ്ഞ പദമാണെന്നറിയാം. ആരെ പറ്റി പറയുന്ന? രൂത്തിനെ പറ്റി പറയുന്ന. എന്താ നവോമി പറയാഞ്ഞേ? എന്താ വേറെ ആരും പറയാഞ്ഞേ? രൂത്തിനെ പറയാൻ പറ്റത്തുള്ളൂ. അത് കാര്യം എന്താണെന്നറിയാമോ? അവൾ മോവാബ്യ സ്ത്രീയാ. ശപിക്കപ്പെട്ട രാജ്യത്തിൽ ജനിച്ചു വളർന്നവളാണ്. ശപിക്കപ്പെട്ടവരുടെ പാരമ്പര്യത്തിൽപ്പെട്ടവളാണ് അവൾ. മോവാബുമായിട്ടൊരു ഈ മോവസുമായിട്ട് ഒരു ബന്ധം, കുലബന്ധം പോലുമില്ലെന്നേ. ഇവർക്ക് അവിടെ പോകാനോ ആരാധന പങ്കെടുക്കാനോ പറ്റുന്നില്ലായിരുന്നേ. അതൊക്കെ പറയുമ്പോ നിന്ന് പ്രസംഗിക്കാനുള്ള ഒത്തിരി. ശ്രദ്ധിക്കൂ. അവൾ ഒരു തീരുമാനമെടുത്തു. അമ്മായിമ്മയോട് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കുമെന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിന് ഇന്ന പകൽക്കാലം സഹോദരൻ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായാൽ നിനക്ക് മോശം വലിച്ചെന്നപ്പെടുവാൻ ദൈവം അവസരമൊരുക്കും. തീരുമാനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ തീരുമാനമാണ് ഏറ്റവും വലുത്. നമ്മൾ അവിടെ ഇവിടെ നോക്കരുത്. I don't know, I'm diverting a little bit. ഈ തീരുമാനത്തെ കുറിച്ച് പറയുമ്പോ ഞാൻ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീടുകളിൽ പോയി സുവിശേഷം പറയാറുണ്ട്. ഞാൻ പേഴ്സണൽ ഇവാഞ്ചലിസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കുന്നതിനോടോ കൺവെൻഷൻ പ്രസംഗിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. പേഴ്സണൽ ഇവാഞ്ചലിസം എനിക്കിഷ്ടം. അവരോട് പോയി വ്യക്തിപരമായി സംസാരിച്ച് ശാന്തമായ അവരുടെ കാര്യങ്ങൾ കേട്ട്
അവരെ വചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് നമ്മുടെ ചർച്ചിൽ ഇത്രയും ജനം അവിടെ ഈ ഷാദിയിൽ വലിയൊരു കൂട്ടം വന്നിരിക്കുന്നത്. എന്നറിയാം, മൊത്തം പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ കൂടെ വചനം പറഞ്ഞ് ഞാൻ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത ഒരു കൂട്ടറാണ് ഇവിടെ ഉള്ള 10 പേരെന്ന് പറയുന്നത്. വരാനുമില്ല, പുറത്തുനിന്നാലുമില്ല. ശ്രദ്ധിക്കൂ. അപ്പൊ ഇവിടെ നാം വായിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ തീരുമാനം എടുക്കാൻ പറയുമ്പോ അവർ പറയുന്നൊരു പദമുണ്ട്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ, ഒന്ന് ആലോചിക്കട്ടെ. ആരോടാ ആലോചിക്കുന്നത്? അതെ, ഞാൻ പക്ഷേ ശരിയാ, പക്ഷെ എന്റെ ഭാര്യയുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത്. ചിലർ അങ്ങനെ പറയും, ഭാര്യയോട് ഡിസ്കസ് ചെയ്യുന്നു. ചിലര് പറയും അച്ഛനുമായിട്ടൊന്ന് ചോദിക്കണമല്ലോ, ഇത്രയും കാലം അച്ഛൻ്റെ കൂടെ അച്ഛനോട് സംസാരിച്ചിട്ടാണ്. ചിലര് പറയുന്ന ഒരു ഭാഗമുണ്ട്, പെൺപിള്ളാരെ കെട്ടിട്ടില്ല, പ്രായമായി വരുന്നു, അവരുടെ കല്യാണം കഴിഞ്ഞാൽ തോസുട്ടി ഞാൻ വിളിക്കും, അന്നേരം വന്നെ സ്നാനപ്പെടുത്തണം. ആര് സ്നാനപ്പെട്ടില്ല അവരൊക്കെ തട്ടിപ്പോയി ഓൾറെഡി. ചുരുക്കത്തിൽ എക്സ്ക്യൂസസ് പറഞ്ഞൊഴിഞ്ഞു മാറുന്നവരെ ദൈവരാജ്യത്തിന് ഉള്ളതിലെന്നേ. ഈ രൂപത്തിന്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളുടെ പേര് ഓർപ്പേത്ത. അവളങ്ങ് തിരിച്ചുപോയി. അമ്മായിക്ക് റൂമൊക്കെ കൊടുത്തു, അതൊന്നും അവൾ പറഞ്ഞില്ല. ഇതുപോലെ സുവിശേഷം പറയുന്ന പാസ്റ്ററെ പിടിച്ച് റൂമൊക്കെ തരും, പക്ഷെ വചനം അനുസരിച്ച് വരില്ല. പിന്നെ കാണാന്ന് പറഞ്ഞു വിടും. തീരുമാനമെടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ 21 ദിവസം ഇതിന്റെ സത്യം അറിയാൻ വേണ്ടി ഉപവാസത്തിലിരുന്ന് കിടക്കുന്നതാണ്. ഞാൻ പെന്തക്കോസ്തിൽ പോയിട്ടില്ല, ഞാൻ ഇതുവരെയും ഒരു കൂട്ടത്തിൽ പോയിട്ടില്ല. ഒരു പാസ്റ്റർമാരുടെയും പ്രസംഗം ഞാൻ കേൾക്കാൻ പോകാറില്ല. അന്ന് പോയിട്ടില്ല, ഇന്ന് കേൾക്കും. ഞാൻ കേൾക്കും, പക്ഷെ ഇവരൊന്നും അത് എന്നിട്ടും ഞാൻ ചെയ്യത്തില്ല. അന്ന് എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പാസ്റ്റർമാരുടെ വീട്ടിൽ പോലെ ഞാൻ കേട്ടതില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ സത്യമറിയാൻ ദൈവസന്നിധിയിൽ 21 ദിവസം ഉപവാസത്തിലിരുന്നപ്പോ 18ാമത്തെ ദിവസം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും ആ എൻകൗണ്ടറിൽ കൂടെ അന്ന് രാത്രി 5:30 മണിയായപ്പോൾ, വെളുപ്പിന് 5:30 മണിയായപ്പോൾ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല, എന്റെ ഭാര്യ ഭയങ്കര ഷുഗർ വരാത്രയാ, പുള്ളിക്കാരി ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ല, ചോദിച്ചില്ല. തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോഴാ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോഴാ വൈഫിനോട് ഈ വിവരം പറഞ്ഞു. അവരുടെ പൊന്നെ പിന്നെ പറയുന്ന ഇത് പ്രശ്നം ഗുരുതരമായി. പക്ഷെ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, സ്വാമി നീ ഇവിടെ സ്ഥാനപ്പെട്ടെങ്കിലേ ഞാൻ ഇവിടെ അടുത്തോളൂ പെടും, ഞാനും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞ് വെച്ച വെള്ളം വാങ്ങിയേക്കാൻ പറഞ്ഞു. പക്ഷെ 1 മാസം എടുത്തില്ല. അതിന് മുന്നേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ വൈഫിനോട് ഇടപെടുന്നു. ഞങ്ങൾ ആരംഭിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവടയായി. ഞാൻ മാർത്തോമാസഭയുടെ നല്ല പൊസിഷൻ വഹിച്ചു പറയാം. മാർത്തോമാസഭയുടെ ആദ്യത്തെ ഫെലോഷിപ്പ് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്ത ഞാനാണ്, സൗദി അറേബ്യ. എനിക്കെല്ലാ ബിഷപ്പുമാരുമായിട്ട് വെരി ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു മനുഷ്യനാണ്, അത് ഇന്നും ഉണ്ട്. പക്ഷേ എന്റെ മുമ്പിൽ എന്റെ നിത്യതയാ, വല്ലവരെയും എനിക്ക് ബോഗസിന്റെ പോയിന്റ് എത്തണമായിരുന്നു. എന്റെ മുമ്പിലുള്ള കൺസേൺ മുഴുവനും നിത്യതയാണെന്നേ. ലോകം മുഴുവനും ഞാൻ നേടിയാലും നിത്യത നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തുകൊണ്ട് പ്രയോജനം? അതുകൊണ്ട് എനിക്ക് കിട്ടിയ ദർശനത്തിന് മുമ്പാകെ ഞാൻ പുറംതിരിയാതെ, ജഡരക്തയുടെ ഭാഷ പറഞ്ഞ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ദൈവകൽപ്പന അനുസരിച്ച് സ്റ്റെപ്പുകൾ വെച്ചു. ഇന്ന് ഞാൻ ഏറ്റവും അനുഗ്രഹീതനാണ് എന്റെ കുടുംബത്തിൽ, ദേശത്ത്. എന്റെ ദേശക്കാരിയാണ് കൊച്ചുമോൾ. പറയട്ടെ, അവളെ എഴുന്നേറ്റ് സാക്ഷ്യം പറയട്ടെ. എന്റെ ദേശത്ത് ഞാൻ അനുഗ്രഹീതനാണ്. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ്
ഇന്ന് ഞാൻ വളരെ മാന്യനായ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നു. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ദൈവം തന്ന ദർശനത്തിന്റെ മുമ്പിൽ, വിളിയുടെ മുമ്പിൽ പുറമെ പാട്ടാതെ ഉറച്ചതിനു വേണ്ടി പോരാടി നിൽക്കുവാൻ ഈ കൃപ തന്നു. അതുകൊണ്ട് ഈ ബോവസിന്റെ വൈരിപ്പെട്ടു. ബോവസിന്റെ വൈരിപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്. ഒന്നിന് പുറകായ വരും. നമ്മൾ വിളിച്ച് കൊണ്ടു തരുവാണ്. എന്റെ ജീവിതത്തിലെ സകലതും ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, മറ്റ് പൊസിഷനാകട്ടെ, എല്ലാം തമ്പുരാൻ വിളിച്ചു കൊണ്ടുവരിക. ഞാൻ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഐ നെവർ ഗോ ആഫ്റ്റർ ഇറ്റ്. ഒന്നിന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. എന്റെ സാമ്പത്തികമായ വിഷയത്തിന് പിന്നാലെ പോയിട്ടില്ല. എന്റെ ആത്മീയ വിഷയത്തിന് പിന്നാലെ പോയിട്ടില്ല. ഈ അടുത്ത സമയത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നു. ഐ നെവർ എക്സ്പെക്ടഡ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം. എല്ലാം ദൈവം എന്നെ വിളിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പോയിക്കാലിനെ കേൾക്കുന്ന പ്രിയജനമേ, നീ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഇതോടെ സകലം തരാമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ വചനത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കണം. അവൻ നാം മടങ്ങി വരട്ടെ. അവനെ കൈക്കൊണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ദൈവമക്കളാകുവാൻ. ഇനി വായിച്ചോളെ എഫേസ്യ ലേഖനം 4 വായിച്ചിട്ട്. എന്തിനാണ് നമ്മെ ദൈവമക്കളാക്കി തീർത്തത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന്. 1, 2 വായിച്ചോ. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവർ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ. ഇത് സൗജന്യമായി കിട്ടിയതാണ്. സൗജന്യമായി തമ്പുരാൻ തന്റെ പുത്രൻ കൊടുത്തത്. അതിന് മുഖാന്തരമായതാണ് ഈ തിരുമേശനമേ ഓർപ്പിക്കുന്നതാണ്. ഇനി വായിച്ചേ ജോൺ. നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ വീഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന്റെ മഹത്വത്തിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ ശുദ്ധമനസാക്ഷിയോടെ ദൈവത്തിൽ നമ്മെ നിർത്തേണ്ടതിന് നമ്മെ അവൻ ദത്തെടുത്തു. വെറും ദത്തെടുപ്പല്ലേ, അവൻ നമ്മെ കഴുകി ശുദ്ധീകരിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഈ ദാവീദിന്റെ ഭാഗം, സങ്കീർത്തനത്തിലൊരു ഭാഗമുണ്ട്. ഞാൻ കുഴിഞ്ഞ ചേച്ചിലും താണം പോയതിലുമായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ എന്നെ കുഴിഞ്ഞ ചേച്ചിലായിരുന്നു ഞാൻ. അവൻ എന്നെ കരകയറ്റി പാറമേൽ നിർത്തി എന്റെ നാവിലൊരു പുതിയ പാട്ട് തന്നു. ദാവീദ് ഇച്ചിരി ധൃതിക്കാരനായതുകൊണ്ടായിരിക്കാം ആ ഭാഗം അങ്ങനെ വായിച്ചു പോയെന്നാണ് ഞാൻ ധരിക്കുന്ന പാസ്റ്റർ. അത് ശരിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വെച്ചു. എന്റെ ഭാഷയെ പറഞ്ഞാൽ, കുഴഞ്ഞ ചേച്ചിൽ കിടന്ന എന്നെ കർത്താവ് വന്ന കരം തന്ന് എന്നെ പൊക്കിയെടുത്തു. നിങ്ങളൊന്ന് പറഞ്ഞേ, കുഴഞ്ഞപ്പോ എന്റെ കാര്യമൊക്കെ എന്തോ ഉണ്ട്? ചെളിയല്ലേ? ഈ ചെളിയുള്ള കാര്യം കൊണ്ട് പാറമേൽ നിർത്തി എന്താ സംഭവിക്കും? തെറ്റി വീഴത്തില്ലയോ? അപ്പൊ അതിന് മുമ്പേ പൊക്കി കയറ്റിയപ്പോ കാലൂരിലെ കുഞ്ഞാന്റെ രക്തത്താൽ എന്നെ കഴുകി. എന്നെ വെടുപ്പാക്കിയല്ലേ? ആ കുഞ്ഞാന്റെ രക്തത്താൽ എന്റെ കൈകാലുകളെല്ലാം ശുദ്ധീകരിച്ചു. എന്നിട്ട് പാറയാവുന്ന ക്രിസ്തുവിനെ മേൽ നിർത്തിയിട്ട് പ്രത്യാശയുടെ ഗാനമെന്ന് നാവിൽ തന്നു. അതാ ഇന്ന് പൊറുക്കാരൻ നൃത്തം ദൈവത്തെ ആരാധിക്കാൻ കാരണം അവൻ തന്ന ഗാനമാണ്. കുഴിഞ്ഞ ചേച്ചി നമ്മെ കരകയറ്റി. ഈ ഗലേഷ്യൻസ് ചാപ്റ്റർ 4, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ ഒന്ന് വായിച്ചേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. യേശു ജനിക്കുന്ന അണ്ടർ ദ ലോ, ഈ
ന്യായപ്രമാണത്തിന് കീഴിലെ യേശു ജനിച്ച എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് കേട്ടോ. നമ്മളിതിനെയോ അവന്റെ ജനം അവിടെ എല്ലാവരും ചിന്തിക്കും, അവന്റെ ജനം ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ പലതും പറയാനും നമുക്ക് പലതും പറയാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ പ്ലാൻ ഭയങ്കരമാണ്, പെർഫെക്റ്റ് പ്ലാൻ. യേശുവിനെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജനിപ്പിച്ചത് അല്ലേ? എന്തിനാ ജനിപ്പിച്ചത്? ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് അങ്ങനെയാണ് കടന്നു വരുന്നത്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. വിലയ്ക്ക് വാങ്ങേണ്ടതിന് കണ്ടോ, മാത്രമല്ല നാം പുത്രത്വം പ്രാപിക്കണം. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ പുത്രരെങ്കിലോ അവകാശികളാണ്. അപ്പൊ നമ്മെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നത് തിരുമേശയാണ്. ഈ കാൽവറിയാണ് എന്നെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതെന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവകാശം തരുവാനാണ്. ഏതവകാശം? പുത്രത്വത്തിനുള്ള എന്ന് പറഞ്ഞ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ്. എന്റെ അബ്രഹാമിന്റെയും ഷേത്തിന്റെയും യാക്കോബിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സകല അവകാശങ്ങളും എനിക്ക് ലഭിക്കേണ്ടത്. അവൻ നമ്മെ ആ പക്ഷത്താക്കി വെച്ചു. അതുകൊണ്ടാണ് നോക്കിക്കേ, ആകാശത്തിലുള്ള ഭൂമിയിലുള്ളതിനും തമ്മിൽ വേർപാടിനെ ഇടിച്ചു കളഞ്ഞ് അതിന്റെ 4-ാം അധ്യായത്തിലും 13 വായിക്കുമ്പോൾ മുമ്പേ ദൂരസ്ഥനായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിൽ അവന്റെ രക്തത്താൽ നമ്മെ ഒന്നാക്കി തീർത്തു. വായിച്ചപ്പോൾ 4:13 എഫെസ്യൻസ്. മുമ്പേ ദൂരസ്ഥനായിരുന്ന നമ്മെ അല്ലയോ? അയച്ചോ 2:13 അയച്ചോ. നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. മുമ്പേ ദൂരസ്ഥനായിരുന്ന നമ്മെ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. 2:13 വരെ വായിച്ചോ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഭൂമിയിലുള്ള സകലത്തെയും നാം ഒന്നാക്കി തീർത്തു. ബോർമാന്റെ നടുച്ചവർ ഇടിച്ചു കളഞ്ഞു. ഇന്ന് ഞാനും സണ്ണിയും ഒന്നായിരിക്കുന്നത് എന്താ? ഞാനും മാമച്ചാരും ഒന്നായിരിക്കുന്നത് എന്താ? ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന വേർപാട് ഇടിച്ചു കളഞ്ഞേ. ഞാനും കൊച്ചുമോളും മാസ്റ്ററും സോമ്യയും ഞങ്ങളെല്ലാം ഒന്നായിരിക്കുന്നതിന്റെ കാരണം ഈ തിരുമേശയാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം നീ ഓർത്തോളം തിരുമേശ അനുഭവിക്കുമ്പോ ഭൂമിയിലുള്ള സകലരെ ഒന്നാക്കി തീർത്ത മഹത്വമേറിയ വേലയാണ് ദൈവം ഈ കാൽവറിയിൽ ചെയ്തു തീർത്തത്. ഷമൽ പാസ്റ്റർ മുമ്പ് ഒരു കാര്യം ഓർപ്പിച്ചു. ഐ തിങ്ക് ഷമൽ പാസ്റ്റർ ആണെന്ന് തോന്നുന്നു. 2 ലേഖകന്മാർ എഴുതിയിരിക്കുന്നത് അയ്യം വിളിച്ച് ലോകപ്പെട്ടെന്ന. എന്നാൽ യേശു പറഞ്ഞു, ഇതാ സകലതും നിവൃത്തിയായി. മിഷൻ എന്തുവായിരുന്നു? നമ്മെ രണ്ടിനും അകന്നു കിടന്ന ഒന്നാക്കി തീർത്ത വലിയ മഹത്വമേറെ ശുശ്രൂഷയാണ് കാൽവറിയിൽ നമുക്ക് വിളിച്ചത്. അപ്പൊ ഇന്ന് വേൽക്കാലം ഓർക്കണം, നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ ദൈവം പദ്ധതിയിട്ട ആ പദ്ധതിയാണ് തിരുമേശ. എന്തുകൊണ്ട് ദൈവമക്കളായി തീർന്നാൽ എന്താ നമുക്ക് ലഭിക്കുന്നത്? അതിന്റെ ഒന്ന്, മുമ്പ് ദൂരസ്ഥരായിരുന്നു നാം എന്ത് ചെയ്തു? അവനോട് ക്രിസ്തുയേശു കൂടെ. രണ്ടാമത് ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദിവ്യ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. അതിന്റെ സങ്കീർത്തനങ്ങൾ 34:7 വായിച്ചോട്ടെ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ പിടിപ്പിക്കുന്നു. 8 മുതൽ വായിച്ചോ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പിന്നെ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവില്ലെന്ന്. ഒന്നിനും. അപ്പൊ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, കരുണ, കരുതൽ നമുക്ക് ലഭിക്കുന്നു.
എന്തുകൊണ്ട് നമ്മെ ദത്തെടുത്തു? ദത്തെടുത്ത് കളഞ്ഞിട്ട് വിട്ടതല്ലേ? ദത്തെടുത്ത് നമ്മൾ അവന്റെ മക്കളായി തീർന്നാൽ, അവകാശികളായി തീർന്നാൽ, ദൈവികമായ കരുതൽ, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊവിഷൻസ് നമുക്ക് തരും. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ്, നമുക്ക് വേണ്ടി സകലം ഒരുക്കി തരുന്ന ഒരു ദൈവമാണ്, നമുക്ക് ചുറ്റും പ്രാണയം വരച്ച് നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. പക്ഷെ നാം ദൈവമക്കളായി തന്നെ നിൽക്കണം. നിങ്ങൾ നോക്കിക്കേ, ഈ യോബിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയേ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലായിൽ അത് ഓർപ്പിച്ചതാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയുന്നില്ല. അറിയാമോ? ഇപ്പൊ ഇവിടെ പാസ്റ്ററിന്റെ ചുറ്റും ഭയങ്കര പേടിയാ പാസ്റ്റർ. കാരണം കൊച്ചുങ്ങളിറങ്ങി പോടുവോ, കനാലപ്പുറത്തുണ്ട്, അതുണ്ട്, ഇതുണ്ടോ, വണ്ടി വരുന്നുണ്ട്, പാസ്റ്റർ ഭയങ്കര പേടിയുണ്ട്. നാച്ചുറലി ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ പാസ്റ്ററിന് ചുറ്റും വേലടിയിലുണ്ടെന്നേ. ഇതാർക്കറിയാന്നറിയാമോ? സാത്താൻ അറിയാം. പാസ്റ്റർ അറിയത്തില്ല, സാത്താൻ അറിയില്ല. എനിക്കറിയത്തില്ല, സാത്താൻ അറിയാം. ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. അതല്ലേ യോബിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ദൈവവും യോബായിട്ടല്ല സംസാരിച്ച, ദൈവവും പിശാചുമായിട്ട് ഒരു സംഭാഷണം നടക്കുന്നത് അല്ലേ? എന്താ പറഞ്ഞേ? നീ അവര് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മാമച്ചാന്റെ വീട്ടിൽ പ്രസംഗിച്ചതാ തോന്നിയത്. നമുക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് എന്തായിരുന്നു? അതുകൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവൻ ആരാധിക്കുന്നത് അല്ലേ? പക്ഷെ അവനെ പറ്റി ദൈവം ഒരു കാര്യം പറഞ്ഞു. അതാ എന്റെ ഭാഷ, എന്റെ വിഷയം വരുന്നത്. ഇന്ന് മുൻകാലം ആർക്ക് ചുറ്റും വേലി കിട്ടുന്നറിയാമോ? ആർക്ക് ചുറ്റും വേലി കിട്ടുന്നേ? തന്റെ ഭക്തന്മാർക്ക് ചുറ്റുമോടി കാക്കുന്ന ദൈവമാണ്. അവന്റെ മക്കൾക്ക് യെരൂശലേമിന് ചുറ്റും ദൈവത്തിന്റെ പട്ടണങ്ങളുടെ നമ്മുടെ കുടിവാക്യം. യെരൂശലേം ആരാണ്? ദൈവത്തിന്റെ ജനം പാർക്കുന്ന സ്ഥലം, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ യഹോവയുടെ പട്ടണം ഇരിക്കുന്ന സ്ഥലം. അങ്ങനെയെങ്കിൽ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഓർപ്പിക്കട്ടെ. ആരാണ്, എവിടെയാണ്, എന്താണ് സാന്നിധ്യം? അവൻ പഴയ നിയമത്തിൽ യഹോവ ഇസ്രായേലിനോട് പറഞ്ഞു, എനിക്ക് അവിടെ മധ്യം വസിക്കേണ്ടതിന് നീ ഒരു മന്ദിരം ഉണ്ടാക്കണം. ആ കാര്യം, ആ മന്ദിരത്തിൽ എനിക്ക് വസിക്കണം. എന്റെ ജനത്തിനെ ചുറ്റിപ്പറ്റി അവർക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടതിന്, ശത്രുവിന് രക്ഷിക്കേണ്ടതിന്, ശത്രുവിന് വിടുവിക്കേണ്ടതിന്, അവരെ യാത്ര സുഖകരമായ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതിന് എനിക്ക് എന്ത് വേണം? എനിക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. അവർക്ക് വേണ്ട നന്മ അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് വസിക്കേണ്ടതിന് അവരുടെ മധ്യേ ഒരു മന്ദിരം പണിയണം. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ എനിക്ക് വേദവാക്യങ്ങളെ ഉദ്ധരിച്ച് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എവിടെ ഈ പെട്ടകം ഇപ്പോൾ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്നറിയാമോ? കൃപയാൽ, കൃപയാൽ എന്റെ സഹോദരൻ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത്, എന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ പെട്ടകം വരുവാൻ ഭാഗ്യവശാൽ എനിക്ക് കൃപ ലഭിച്ചു. ഏബേദാവിന്റെ വീട്ടിൽ 3 മാസക്കാലമേ ഇരുന്നല്ലെങ്കിലും എന്റെ നിങ്ങളുടെ ഈ ഹൃദയത്തിന്റെ അകത്ത് നമ്മള് ദൈവം നമ്മളോട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. As long as this ark is in your heart, you are protected. Amen. Amen. Praise the Lord. ഈ പെട്ടകം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഞാൻ ഇന്ന് ഒരു കാലം വരെ ഒരു ശത്രു തൊടാൻ പറ്റത്തില്ല. ഒരു ശത്രുവിന് അടുത്തു വരാൻ കഴിയത്തില്ലെന്ന്. കാര്യം അവന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ടെന്നേ. അവിടെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുക. അവിടെ അതാണ് എന്റെ പ്രത്യേകത. നമുക്കുള്ള പ്രത്യേകത അതാണ്. ഈ പെട്ടകം കൊണ്ടുവന്ന് അവിടെ കൊണ്ടു സ്ഥാപിച്ചു. ഇതുവരെ ഈ പെട്ടകന്മാരുടെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പോൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ പറയണം, എന്റെ ഹൃദയത്തെ തുറന്നു തരുന്ന കർത്താവ്, നിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണ്.
ഇസ്രായേൽ ജനം യാത്ര തുടങ്ങുമ്പോ എങ്ങനെയാ തുടങ്ങിയത്? അവർ ജലത്തിൽ കൂടെ സ്നാനപ്പെട്ടു, ഇല്ലേ? മേഘത്തിന് കീഴിൽ അഭിഷേകം പ്രാപിച്ചു. പ്രീശലോ കുഞ്ഞാന്റെ രക്തത്തളിയിൽ അവർ വിടുതൽ പ്രാപിച്ചു. ഇതുപോലെ 3 കാര്യങ്ങൾ ഓർക്കണം. കുഞ്ഞാന്റെ രക്തത്തളിയിൽ വിടുതൽ പ്രാപിച്ചു, ജലത്തിൽ കൂടെ അവർ സ്നാനപ്പെട്ടു, മേഘത്തിന് കീഴിൽ അഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് അവൻ പറയാണ്, എനിക്ക് അവരുടെ നടുവിൽ വസിക്കാൻ. അതിന് മുന്നിലല്ല, മിസ്രൈമിൽ കിടന്നപ്പോ അത് പറഞ്ഞില്ല. പക്ഷെ മിസ്രൈമിൽ തന്നെ ജലത്തിന് പൊട്ടലിനെ കൊടുത്തെങ്കിലും അവിടെ വസിക്കണമെന്ന് ദൈവം ആഗ്രഹം പ്രവർത്തിച്ചില്ല. കാരണം അവർ മിസ്രൈമിലായതുകൊണ്ട്. എന്ന് മിസ്രൈം വിട്ടോ, എന്ന് പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടോ, എന്ത് ഈ പാരമ്പര്യ ബൗദ്ധത്വം വിട്ടോ, നീ ജലത്തിൽ കൂടെ സ്നാനപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ immediately he is going to dwell in your heart. അവന്റെ ഹൃദയത്തിൽ വസിപ്പാൻ എന്റെ ദൈവം തയ്യാറാണ്. യെരൂശലേമിന്റെ പ്രത്യേകത അതാണ്. He is dwelling in the midst of the Jerusalem. യെരൂശലേമിന്റെ നടുവിൽ ആരുണ്ട്? ദൈവം യഹോവയുടെ പെട്ടകമുണ്ട്. As long as you are carrying that ark with you, അവന്റെ പെട്ടകം ചുമക്കുന്ന കാലത്തോളം ഒരു മനുഷ്യനടുത്ത് വരാനായിട്ട് കഴിയില്ല. നമ്മെ മാറ്റിക്കളയാൻ പിശാച് പലപ്പോഴും തന്ത്രം വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു നിങ്ങളോട്, പത്രോസിനെ മാറ്റിക്കളയുവാൻ സാത്താൻ പലപ്പോഴും ചോദിച്ചു. പക്ഷേ അവന്റെ വിശ്വാസം പോകുമെന്ന് പേടിച്ചിട്ട്, കാരണം അവനെ ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ്, അവനെ എന്ത് ചെയ്യണം, ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവനെ വിളിച്ചു വേർതിരിച്ചതാണ്. ഇന്ന് പോൽക്കാലം ഓർക്കണം, ദൈവം വിളിച്ച വിളി ചെറിയ വിളിയല്ല. നോക്കണം, പ്രവീണിനെ വിളിച്ച വിളി ചെറിയ വിളിയല്ല. ദൈവത്തിന് വലിയൊരു ദൗത്യം നിർവഹിക്കുവാനുണ്ട് നിന്റെ മേൽ. ദൈവത്തിന് വലിയൊരു പ്രവൃത്തി ചെയ്ത് നിൽക്കാറുണ്ട്. അതുകൊണ്ട് പാറ്റിക്കളയാതെ നിർത്തിയിരിക്കുക. പിശാച് പലപ്പോഴും പാറ്റിക്കളയാൻ ചോദിച്ചിട്ടുണ്ട്, അവസരം കിട്ടാൻ നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല കേട്ടോ. പത്രോസിനോട് പറഞ്ഞു, നീ ഇങ്ങനൊക്കെ വലിയ വാചകമൊക്കെ അടിക്കുന്നു, അപ്പൊ നിന്നെ പാറ്റിക്കളയാൻ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചെന്നറിയാമോ? പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നെ പിടിച്ചു നിർത്തിയ ദൈവം. ശമൂവേൽ പാസ്റ്ററിനെ പാറ്റിക്കളയാൻ എത്ര നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ വിട്ടുകൊടുത്തില്ല. ഇവരെ പാറ്റിക്കളയാൻ എത്ര പ്രാവശ്യം ഞാനോട് ചോദിച്ചതാണ്, വിട്ടുകൊടുത്തില്ല. കാര്യം ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നേ. ദൈവത്തിന് വലിയ വലിയ ഉദ്ദേശമുണ്ട് പ്രവീൺ. അതുകൊണ്ട് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കുഞ്ഞെ. ഈ ദിവസങ്ങളിൽ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിതത്തെ അർപ്പിച്ച് ഇറങ്ങി പുറപ്പെടൂ. Leave the place where you are. അബ്രഹാമോട് പറഞ്ഞു, ഇവിടെ വിട്ടേ പറ്റത്തുള്ളൂ. ഇവിടെ നിൽക്കുന്ന കാലത്തോളം എന്റെ വാക്തത്വങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അവിടെ വിട്ടു കഴിഞ്ഞപ്പോ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങളുടെ പെരുമഴയായിരുന്നു. നമ്മൾ വിടേണ്ടതിനെ വിട്ടേ പറ്റത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മെ അടുത്ത് ഉപയോഗിക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരണമെങ്കിൽ, പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ, നാം വിടേണ്ടതിനെ വിട്ട് ചേരേണ്ടതിനോട് ചേർന്ന് അവനോട് കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ നമുക്ക് കഴിയും. ഇന്ന് പോൽക്കാലം അവരുടെ മക്കളായി തീർന്നാൽ എന്തുണ്ട്? ദൈവിക പ്രൊട്ടക്ഷൻ. ഈ ഒരു ഭാഗം കൂടെ ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്തോട്ടെ. ദൈവിക കരുതൽ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അബ്രഹാമോട് പറയുകയാണ്, നിന്നെ അവനെ പരീക്ഷിച്ചതെന്നാന്ന് പറഞ്ഞോളാം തുടങ്ങുന്നേ. നീ സ്നേഹിക്കുന്ന, നീ കരുതുന്ന, നീ വാത്സല്യിക്കുന്ന നിന്റെ ഓമന പുത്രനെ എന്ത് ചെയ്യണം? എനിക്ക് യാഗമാക്കി തീർക്കണം. നോക്കൂ, അവൻ ആ മകന്റെ ശബ്ദം കേട്ടോടനെ തന്നെ നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ ചോദിക്കട്ടെ, സാറാവിടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല.
പല കാര്യങ്ങളും പലരോട് ചോദിച്ചാൽ നടക്കത്തില്ല. കുഞ്ഞെ നടക്കത്തില്ല. സാധാരണ ചോദിച്ച സാറെ വിട്ടുവിടുക. ഈ രാത്രിക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ കൊച്ചിനെ മാറ്റി സ്ഥലം വിട്ടേ. ഒന്നും മിണ്ടിയില്ല. ആർക്കാ ദർശനം കിട്ടിയേ? അബ്രഹാം. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അവൻ മുമ്പോട്ട് പോവുകയാണ്. യാത്ര തിരിച്ചെടുക്കാറാവുമ്പോ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അപ്പൊ അബ്രഹാം പറഞ്ഞൊരു പദമുണ്ട്, യഹോവ ഇതേ അവൻ കരുതിക്കോളൂ. കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കേട്ടോ. കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ചെറുക്കനെ പിടിച്ച് കിടത്തി കത്തിയോകാൻ തുടങ്ങിയപ്പോ ഒരു ശബ്ദത്തോടെ കേൾക്കുന്നു. എന്നിട്ടൊരു പദമുണ്ട്, ഒരു വാക്കുണ്ട്. എന്താ തല പൊക്കിയൊന്ന് നോക്കി. ഇന്ന് പോയിക്കാലം ഈ തല പൊക്കി നോക്കുമ്പോ നിനക്ക് വേണ്ടുന്ന വിടുതൽ കാണാൻ കഴിയുമെന്നേ. അവൻ തല ഉയർത്തണം. തല ഉയർത്തണം. ഉയർത്തി നോക്കാമെങ്കിൽ നിനക്ക് കാണുന്ന, നിനക്ക് വെച്ചിരിക്കുന്ന വലിയ വിടുതലുകൾ, വലിയ അനുഗ്രഹങ്ങളുടെ തലമുറ കാണുവാനായിട്ട് കഴിയും. അവൻ തല ഉയർത്തി, അങ്ങനെ തല ഉയർത്തി നോക്കി. അപ്പോൾ അപ്പുറത്തൊരു ആട്ടുകൊച്ചൻ കിടക്കുന്നു. മമ്മയുടെ നോപ്പിലപ്പുറമായിരിക്കുക, വളരെ വിഷമനായിരിക്കുക, പ്രത്യാശ അറ്റിരിക്കുക. കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി ദൈവത്തിന്റെ പ്രോമിസ് കേട്ട് കേട്ട് മടുത്തിരിക്കുക. നിരാശനായി അവിടെ ഇരിക്കുമ്പോ ഇതാ ദൂരെ അവൻ തല ഉയർത്തി നോക്കി. അങ്ങനെ തല ഉയർത്തി നോക്കി. തല ഉയർത്തി നോക്കിയപ്പോ ദൂരെ ഒരാൾ വരുന്നുണ്ട്. ആരാ? അവൻ ഇന്ന് വരെയുള്ള പ്രാർത്ഥനയുടെ ആൻസറുമായിട്ട് വരിക. ഇന്ന് വരെ കേട്ട ദൂതിന്റെ കംപ്ലീഷനായിട്ട് വരികയാണ്. ഇന്ന് പോൽക്കാലം എന്റെ കുഞ്ഞെ നീ തല ഉയർത്തി നോക്കണം. ചുറ്റുപാട് പോലെ നോക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങൾക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കാം. തല ഉയർത്തി ഉയരത്തിലേക്ക് നോക്കിയാൽ നിന്റെ മേലും നിന്റെ തലമുറ മേലുമുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം, അതിന്റെ ബ്ലെസ്സിങ്സ് കാണാനായിട്ട് കഴിയും. ഒരു ഡിവൈൻ പ്രൊവിഷൻസ് അനുഭവപ്പെടാനാകും. ഇന്ന് പോൽക്കാലം തല ഉയർത്താൻ തയ്യാറാവണം. ചുറ്റോട്ട് വരെ നോക്കേണ്ടത്, നാല് വശമല്ല നോക്കേണ്ടത്. അപ്പനെ അമ്മയും സഹോദരങ്ങളെ ഭാര്യയെ ഭർത്താവിനല്ല നോക്കേണ്ടത്. മറിച്ച് ഉയരത്തിലേക്ക് നോക്കണം. ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ്, ആ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അക്കരുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് എത്ര പേര് തയ്യാറുണ്ട്? പണ്ട് കെ സി ജോൺ പാസ്റ്ററിന്റെ പ്രസംഗത്തിൽ പറയാൻ അവരോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സെൻട്രൽ പാസ്റ്ററിന് ഒരു ലെറ്റർ കിട്ടി. ഒരു പാസ്റ്ററിന്റെ ലെറ്ററാണ്. ആ പാസ്റ്റർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പാസ്റ്ററെ, എനിക്ക് ഈ ചർച്ചയിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വേണം. അപ്പം അതിന് റീസൺ എഴുതിയിരിക്കുന്ന, പാസ്റ്ററെ, എനിക്ക് ചുറ്റും പ്രശ്നങ്ങൾ, എനിക്ക് 4 വർഷം എന്താണ് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. പാസ്റ്റർ പറയും, തിരുവല്ലായിക്കോ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പറയും? ചുറ്റും പ്രശ്നമാണെന്ന് പറയാം. അപ്പൊ ഈ സെൻട്രൽ പാസ്റ്റർ മറുപടി കൊടുത്തു, പാസ്റ്ററിന്റെ 4 വർഷവും കെട്ടി അടച്ചതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയെങ്കിലും മേൽപോട്ടൊന്ന് നോക്കിക്കൂടെ? ചുറ്റുപാടുമെല്ലാം കെട്ടി അടച്ചെങ്കിൽ, ചുറ്റുപാടുമുള്ളവരെല്ലാം നിനക്ക് എതിരാണെങ്കിൽ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് എതിരാണെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് എതിരാണെങ്കിൽ, നിനക്ക് നോക്കാൻ ഒരിടമേ ഉള്ളൂ. നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ, ഉറങ്ങാത്ത, മയങ്ങാത്ത, എപ്പോഴും നിനക്ക് വേണ്ടി ജാഗരിച്ചു നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഉയരത്തിലുണ്ടെന്ന്. നിന്റെ കണ്ണ് വെറുതെ ഉയർത്ത്, നിന്റെ തല ഉയർത്ത്, ഉയരത്തിലേക്ക് നോക്ക്. ഈ ലോകത്തിൽ പറയുന്ന വാക്കുകളെല്ലാം നിഷ്ഫലമായി, അത് ഫലമില്ലാതായി പോകുമ്പോ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്,
യെരൂശലേമിനെ ചുറ്റും ദൈവം പ്രൊട്ടക്ട് ചെയ്യും. തന്നെ തീർന്നില്ല, അവന്റെ ജനത്തെ അവൻ കാത്തു വരുവാനായി. ഇന്ന് നമ്മെ ആ ഭാഗത്തിലേക്ക് കൊണ്ടുവന്നു. യെരൂശലേമിന്റെ അവകാശികളാക്കി തീർത്തു. കൃപയാൽ നമുക്ക് ഈ ഭാഗ്യം ലഭിച്ചു. ഈ പെട്ടകം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. As long as you are carrying the ark, wherever you go, you take that ark with you. പെട്ടകമുണ്ടെങ്കിൽ ഏത് അടഞ്ഞ വഴിയും തുറക്കും. യോർദാൻ രണ്ടായി മാറുമെന്നേ, ചെങ്കടൽ രണ്ടായി മാറുമെന്നേ, പാറകൾ പിളർക്കുമെന്നേ, ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്നേ, മധുരമാവുന്നേ. As long as you are carrying the ark with you, ഈ പെട്ടകം നിന്റെ കൂടെ ഉള്ളിടത്തോളം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാര്യം അതിന്റെ മേൽ ആരുടെ ദൃഷ്ടിയുണ്ടെന്നറിയാമോ? നിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ നിന്റെ ഉടയവനായ ദൈവത്തിന്റെ ദൃഷ്ടി അതിന്റെ മേലുണ്ടെന്ന്. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരമേ, നമ്മളെ സൃഷ്ടി ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ തിരുമേശയാണ്. ഇതിന് യോഗ്യരാക്കി തീർത്ത തിരുമേശയാണ്. ഈ വാഗ്ദത്തങ്ങൾക്കെല്ലാം യോഗ്യരാക്കി തീർത്ത തിരുമേശയാണ്. ഈ കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി അർക്കപ്പെട്ടു. അവസാനത്തുള്ള രക്തം വരെ ഊറ്റി കൊടുത്തിട്ട് അവൻ കാലുകളിൽ ഡിക്ലെയർ ചെയ്തു, everything is completed. I have completed my mission. സകലതും നിവർത്തി.